ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ ജീവനും സുരക്ഷ ഉറപ്പാക്കുക എന്നത് സമൂഹത്തിന്റെ കടമയാണ്. ഒരു കുഞ്ഞ് പിറക്കുന്നതിനൊപ്പം മരണകാരിയായ ഒട്ടനവധി രോഗസാധ്യതകളും കൂടിയാണ് പിറക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യ പരിചരണത്തിൽ ഏറെ പ്രധാനമാണ് വാക്സിനുകൾ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അണുബാധയ്ക്കുള്ള സാധ്യതകളും ജനിക്കുന്നു. ഗർഭകാലയളവിൽ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് ആന്റിബോഡികൾ കൈമാറപ്പെടുന്നു. ജനിച്ച ശേഷം മുലയൂട്ടുന്നതിലൂടെ പ്രാഥമിക പ്രതിരോധം സാധ്യമാകുന്നുണ്ട്. എന്നാൽ അതിനെല്ലാം മാസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ. അവിടെയാണ് വാക്സിനുകളുടെ പ്രാധാന്യം. മാരകമായതും ജീവന് വെല്ലുവിളി സൃഷ്ടിച്ചേക്കാവുന്നതുമായ രോഗാണുക്കളുമായി സംസർഗം ഉണ്ടാകും മുമ്പേ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ചുമതലയാണ് വാക്സിനുകൾ നിർവഹിക്കുന്നത്. രോഗാവസ്ഥയ്ക്കെതിരെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയാണ് വാക്സിനുകൾ ചെയ്യുന്നത്. വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള രോഗാണുക്കളെ തിരിച്ചറിയുക, അതിനുള്ള ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുക, രോഗാവസ്ഥയിലേക്ക് പോകാതെ ശരീരത്തെ സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് വാക്സിനുകൾ കൊണ്ട് ശരീരത്തിൽ സംഭവിക്കുന്നത്. ഓരോ പ്രായത്തിലുമുള്ള രോഗം, രോഗസാധ്യത, ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രതിരോധ ശേഷി എന്നിവ സംബന്ധിച്ച് പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണങ്ങൾക്കു ശേഷമാണ് പ്രായത്തിനനുസരിച്ചുള്ള വാക്സിൻ ക്രമം ഏർപ്പെടുത്തിയത്. ഒരു കുഞ്ഞ് ജനിച്ച ഉടൻ BCG, ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ എന്നിവ നൽകണം. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ 16 വയസ്സ് വരെ വിവിധ രോഗങ്ങൾക്കെതിരായ വാക്സിനുകളും നൽകണം. അതൊക്കെ അതാത് പ്രായത്തിലും കൃത്യസമയത്തിലും തന്നെ എടുക്കണം. ഇവയിൽ തന്നെ തുള്ളിമരുന്നായി വായയിലൂടെ നൽകുന്നതും കുത്തിവയ്പിലൂടെ നൽകുന്ന വാക്സിനുകളുമുണ്ട്. വിവിധ തരം പനികൾ, ജ്വരം, പോളിയോ, മലേറിയ, കോളറ, ന്യൂമോണിയ തുടങ്ങി കോവിഡിനെയും സെർവിക്കൽ ക്യാൻസറിനെയും വരെ പ്രതിരോധിക്കാൻ വാക്സിനുകൾക്ക് കഴിയും. കൃത്യസമയത്ത് കുട്ടികൾക്ക് വാക്സിൻ ഉറപ്പാക്കണമെന്ന് ലോകാരോഗ്യ സംഘടന കാലാകാലങ്ങളായി ഓർമ്മപ്പെടുത്താറുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകളോ വാക്സിനോ വൈകുകയോ തടസ്സപ്പെടുകയോ ബോധപൂർവം ഒഴിവാക്കുകയോ ചെയ്യുന്നത് ഒരു കുട്ടിയെ മാത്രമല്ല, ഒരു സമൂഹത്തെ തന്നെ ബാധിച്ചേക്കാം. വാക്സിൻ കൊണ്ട് തടയാൻ കഴിയുമായിരുന്ന ഒരു രോഗത്തിന് സാധ്യത ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് നിർദ്ദിഷ്ട സമയത്ത് ഒരു വാക്സിൻ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത സമയം ചോദിച്ച് അത് ഉറപ്പാക്കണം. ഒന്നിലധികം ഡോസുകൾ നൽകുന്ന വാക്സിൻ ഏതെങ്കിലും ഒന്ന് നഷ്ടമായാൽ പോലും ഫലം ഉണ്ടാകില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഡോസ് മുടങ്ങിയാൽ കോഴ്സ് കംപ്ലീറ്റ് ആയി വീണ്ടും ചെയ്യണം. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ തലമുറ. അവരുടെ ആരോഗ്യമാണ് നാളെയുടെ കരുത്ത്.